ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ചെറിയ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാം. ഞാനൊരു 4-5 കൊല്ലമായി എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഞാൻ അബായൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നത്. അബായ എന്തെന്ന് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറയാണ്, മുസ്ലിംസ് യൂസ് ചെയ്യുന്ന പർദ്ദേൻ്റെ മറ്റൊരു പേരാണ് അബായ എന്ന് പറയുന്നത്. അങ്ങനെ മെജോറിറ്റി ഓഫ് ഗേൾസിനെ പോലെ കൊറോണ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ്സാണ് കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാം ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. എന്ത് മോട്ടീവിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തതെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ആൻസർ ഇല്ല. ഞാൻ ഇന്ന് യൂട്യൂബിലിരുന്ന് സംസാരിക്കുന്ന പോലെ എന്തിനോ വേണ്ടി അന്ന് സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ്. അന്ന് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ല. അതിലെങ്ങനെ പോസ്റ്റ് ഇടുമെന്നോ റീൽ ഇടുമെന്നോ ഒരു സ്റ്റോറി പോലും എനിക്ക് ഇടാൻ അറിയില്ല. പക്ഷെ ഇന്ന് ഞാൻ വളരെ പ്രൗഡായിട്ട് പറയുവാണ്, ഈ 5 വർഷത്തില് ഇന്ത്യൻ ടെറിട്ടറീസ് ഉൾപ്പെടെയുള്ള 28 സംസ്ഥാനങ്ങളിലും നമ്മൾ നമ്മളുടെ അബായ ഡെലിവറി ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യം, ഇതൊന്നും ഒരിക്കലും പെട്ടെന്ന് വന്നൊരു സക്സസ് അല്ല. വളരെ സ്ലോ ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് ഇരുന്നിട്ട് ഞാൻ പതിയെ നേടിയെടുത്ത എൻ്റെ ഒരു വിജയമാണിത്. ഞാൻ ഇച്ചിരി സീരിയസ് ആവാന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ജോലിക്ക് തടസ്സമിടാനായിട്ട് ഇവിടെ വേറൊരാളും കൂടെ കയറി വന്നിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് 2 ആൾക്കും കുറച്ച് പാക്കിങ്ങും ഡിസ്പാച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പുതിയ ആന്റി ടാനിഷ് ജ്വല്ലറീസ് ഒക്കെ വേണം എന്ന് പറയുമ്പോൾ ഡോർ ഡെലിവറി ചെയ്യാറാണ് കേട്ടോ. ഇത് എനിക്ക് മാത്രം കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആളുടെ ഇൻസ്റ്റാഗ്രാം പേജോ അല്ലാന്നുണ്ടെങ്കിൽ വെബ്സൈറ്റോ സെർച്ച് ചെയ്യാവുന്നതാണ്. ഇതിപ്പോ കണ്ടപ്പോ പണ്ട് എൻ്റെ ഉമ്മുമ്മയുടെ വീട്ടില് വളക്കച്ചവടക്കാര് കുപ്പിവളകളായിട്ടൊക്കെ വരാറുണ്ട്. അപ്പൊ അത് കൊണ്ടുവന്ന് വിറ്റിട്ട് പോകുന്ന പോലെ ഇതിങ്ങ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് ആവശ്യമുള്ളത് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് ബാക്കിയുള്ളതൊക്കെ ഇത്ത കൊണ്ടുപോയിക്കോളും. ഇതാണ് വീട്ടിലെ ഒഫീഷ്യൽ വളക്കാരി. കൂടെ കണ്ടില്ലേ, കയ്യിൽ കൂടെ വെച്ചോണ്ടിരിക്കുന്നവർക്ക് നമ്മൾ വളപിക്കൂല. നമ്മുടെ കയ്യിൽ ചോന്ന ബലമില്ല, ഇങ്ങനെ പറ്റി തായർക്ക് ഓക്കെ നമ്മൾ വളപിക്കൂല. വേലി കണ്ടില്ലേ, വേലിക്ക് നിൽക്കുന്നവർക്ക് നമ്മൾ വളപിക്കൂല. ആർക്കും പിക്കൂലാച്ച പിന്നെ എന്തിനായി കൈ കച്ചവടം? അനക്ക് ബിസിനസ് അറിഞ്ഞൂടെ ഉസ്മാനെ? ആദ്യത്തെ കച്ചവടം നല്ല ബർക്കത്തുള്ളതാവണം. നല്ല ലക്ഷണമൊത്ത കൈക്ക് വേണം നമ്മൾ ആദ്യത്തെ വളയിടാം. എന്നാലും നമ്മുടെ ബിസിനസ് തയ്ച്ച് വളരും. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അടുത്തുള്ള DTDCയിൽ കൊണ്ടു കൊടുത്തിട്ട് നമ്മൾ പണ്ടത്തെ അമ്മാവന്മാരെ പോലെ ചായ കുടിക്കാൻ പോകലാണ്. അങ്ങനെ ഇത്താടെ ബിസിനസ് സ്റ്റോറി അറിയണമെന്ന് താല്പര്യമുള്ളവര് ആളുടെ പേജിൽ കയറി നോക്കിയാൽ മതി. ആള് നല്ല വിശദമായിട്ടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത്താടെ തന്നെ ആന്റി ടാനിഷ് ജ്വല്ലറിന്റെ യൂട്യൂബ് ചാനലും അവൈലബിൾ ആണ്. അത് ഞാൻ താഴെ മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി, ഞങ്ങൾ 2 ആളും ഇൻഡിപെൻഡന്റ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ റീസൺസ് ഞങ്ങളുടെ 2 ആൾക്കാരുടെയും ഹസ്ബൻഡ്സ് ആണ്. സോ അവരും കൂടി സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെയൊക്കെ എത്തിയത്. അങ്ങനെ ആ സപ്പോർട്ടീവ് ആയിട്ടുള്ള 2 ഹസ്ബൻഡ്സിനെയും വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുണ്ട്. അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ അതിനെ ട്രൈ ചെയ്യും. അങ്ങനെ ഈ ഒരു വീഡിയോ കഴിഞ്ഞു. ഞങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്.